ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വാട്ടർമെലൺ സ്റ്റോറീസ്. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലുവ ശിവരാത്രി മണപ്പുറത്താണ്. ഇവിടെ 1 മന്ത് അടിപൊളി പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോ ഇവിടുന്ന് റൈഡ് ഉണ്ട്. ഇവിടേക്ക് നോക്കിക്കേ, ഇവിടെ ഫുൾ റൈഡും ബഹളവും കടകളും ഫുഡും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളിപ്പോ കടകളിലൊക്കെ ആദ്യം കയറാന്ന് വിചാരിച്ചേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത്ര തിരക്കില്ല, നമുക്ക് നോക്കി ചൂസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സമയം കുറച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് റൈഡിലേക്ക് പോകാറാവുമ്പോഴേക്കും റൈഡിൽ ആൾക്കാർ വരും, അപ്പൊ നമുക്ക് റൈഡിലും കയറാം. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരു പ്ലാൻ. ഞങ്ങളിപ്പോ നടന്നു പോകും, ഇഷ്ടംപോലെ കാര്യമുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അങ്ങനെ തുടർന്ന് വരുമ്പോ കഴിഞ്ഞ് വരണം. ഭയങ്കര വിലയാണ്. എന്താണ് പ്രശ്നം? 50 രൂപ. ഇതിനൊക്കെ ഭയങ്കര പൈസയാണ്. കാര്യം നമ്മുടെ അവിടെ ഒരു കടയുണ്ട്, അവിടെ ഇതിനൊക്കെ, അതായത് ഈ കാറിന് ആക്ച്വലി നമ്മുടെ അവിടെ 85 രൂപയുള്ളൂ. പക്ഷെ ഇവിടെ ഇതിന് 170 രൂപ. ரொம்ப കത്തി ഗൈസ്. സോ നമ്മൾ അത് വേണ്ടെന്ന് വെക്കുകയാണ്. അങ്ങനെ നമ്മൾ കമ്മലടയിലൊക്കെ പോയി മാധുരയുടെ കമ്മലൊക്കെ വാങ്ങി. അപ്പം എത്ര രൂപയായി മാധു? 300 രൂപ. 2 കമ്മലിന് 300 രൂപയായി. അല്ല സോറി, 3 കമ്മലിന് 300 രൂപയായി. അതെ, നമ്മളിനിയിപ്പോ ബുക്ക് കടയിൽ കയറാൻ പ്ലാൻ ചെയ്യാണ്ട്. അത്യാവശ്യം കുറെ, നമ്മള് ഫസ്റ്റ് ടൈം ആക്ച്വലി മണപ്പുറത്ത് വന്നായിരുന്നു. ആ സമയത്ത് ഇവിടെ നമ്മളൊരു ബുക്ക് കട കണ്ടിട്ടുണ്ടായി. അപ്പൊ നമ്മളിനിയിപ്പോ ആ ബുക്ക് കടയിൽ പോയിട്ട് അവിടെ ഒന്ന് കയറണം. ഞാൻ അധികം ബുക്ക് വായിക്കുന്ന ആളല്ല, എന്നാലും അത് അത്യാവശ്യം നന്നായിട്ട് ബുക്ക് വായിക്കും. ഏത് ബുക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യണേ? അറിയില്ല, ഞാനിപ്പോ മറ്റേ ക്രൈം ത്രില്ലർ അതിന്റെയൊക്കെ ഇതൊക്കെ ഭയങ്കര ബെസ്റ്റ്സെല്ലറാണ്. പക്ഷെ ഇതിപ്പോ ഭയങ്കര റേറ്റ് കുറവായി ബുക്കിനൊക്കെ ആയിരിക്കണം. പക്ഷെ എന്നാലും ഇനിയിപ്പോ സഞ്ജു കളിപ്പാട്ടം കാണുമ്പോ പിള്ളേർ ഓടിപ്പോണല്ലാണ്, കാറ് കാണുമ്പോ സഞ്ജു. എന്താണ് സഞ്ജു നോക്കുന്നത്? പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഈ ചെറിയ ഡോറൊക്കെ തുറക്കാൻ പറ്റിയ കാറില്ലേ, പക്ഷെ ഇതാണ് ഞാൻ നോക്കിയ കാറ്. 180 പറയണ, പക്ഷെ 180 കുറച്ച് കൂടുതലാണ്. ഇതൊക്കെ എത്ര റേറ്റ്? ഞങ്ങളിപ്പോ എല്ലാ കടകളിലും കയറി ലാസ്റ്റ് ഇപ്പൊ എന്തെങ്കിലും കഴിക്കണം. അപ്പൊ അങ്ങനെ കഴിക്കാൻ വേണ്ടി നമ്മളിപ്പം ഒരു കടയിലേക്ക് എത്തി. എന്താ മത് വാങ്ങാൻ പോണേ? പാവ് ബജി. നമ്മളൊരു പാവ് ബജി കഴിക്കാൻ പോവാണ്. നല്ലോണം വിശക്കുണ്ട്. ഇനിയിപ്പോ നമുക്ക് റൈഡിലൊക്കെ ഒന്ന് കയറണം. അതിന് മുന്നേ പാവ് ബജി കഴിച്ചിട്ട് നേരെ റൈഡിൽ കയറിയിട്ട് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കണം. അത് ഫുഡൊക്കെ നല്ല ബോറായിരുന്നു. സത്യം നല്ല ബോറായിരുന്നു. വയ്ക്കാൻ പറ്റണ്ടായിരുന്നില്ല, പൈസ വെറുതെ പോയി. ആ പൈസ എനിക്ക് റൈഡിൽ പോയായിരുന്നു. നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്തു. സഞ്ജു ടിക്കറ്റ് കൊണ്ട് പോവാണ്. തൊട്ടിലാട്ടത്തിലാണ്. ഇതിങ്ങനെ ആയിരുന്നില്ല, ഈ സൈഡായിരുന്നു, ഈ സൈഡായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അപ്പുറത്തും കാണാം ഇപ്പുറത്തും കാണാം. എന്നതോ അതിൽ കയറ്റാൻ താഴെ വീണ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്കൊന്നും പറയാനില്ല. അത് ശരിക്കും തലവത്തി വീണ നീ എന്ത് ചെയ്യും? ഞങ്ങൾ മണപ്പുറത്തൊക്കെ പോയി വന്നു, എല്ലാം ഓക്കെ ആയിരുന്നു അല്ലേ? ഓക്കെ ആയിരുന്നു. ഞങ്ങൾ ആ കൂടെ കയറുന്നത് സഞ്ജു പേടിച്ചതുകൊണ്ട് 2 റെഡി കിട്ടും. അതെ, പിന്നെ കാണാനും ചുമ്മാ നമുക്കത് പോയി കണ്ടുവരാം. അങ്ങനെ ഒരു വൈബ്, ഒരു ഡിഫറെന്റ് വൈബ്, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും മണപ്പുറം സീസൺ തീരുന്നേക്കാളും മുമ്പ് മണപ്പുറത്തൊക്കെ പോവാ, എല്ലാത്തിലും കയറി എക്സ്പീരിയൻസ് ചെയ്യുക, കടകളിലൊക്കെ പോവാ, ഫുഡൊക്കെ കഴിക്കുക. നോക്കിയും കണ്ടും വേണം മാത്രം കഴിക്കണ്ടേ. പിന്നെ വെള്ളം ഒന്നും വാങ്ങിക്കൊടുക്കും. പിന്നെ മാസ്ക് ഒടുക്കത്തെ പൊടിയാണ്, മാസ്ക് ഇട്ടേ പറ്റൂ, നമുക്ക് പറ്റൂല. അപ്പോ അത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു ഈവനിങ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയാ. ആൻഡ് അടുത്ത ഒരു അടിപൊളി വീഡിയോസ് വരുന്നതുവരെ സ്റ്റേ ട്യൂൺ.